എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനങ്ങളെ അറിയിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 14 അധ്യായം അതിന്റെ 17 വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 14 അധ്യായം 17 വാക്യം. എങ്കിലും അവൻ നന്മ നൽകുകയും ആകാശത്ത് നിന്ന് മഴയും ഫലപുഷ്ടിയുമുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോന്നതിനാൽ തന്നെക്കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. ലുസ്ത്ര എന്ന ഗലാത്യൻ പട്ടണത്തിൽ നിന്നുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് സത്യദൈവത്തെ ഉയർത്തുകയാണ്. ലുസ്ത്രയിൽ സുവിശേഷ ഘോഷണത്തോടനുബന്ധമായി ഒരു മുടന്തൻ ദൈവശക്തിയാൽ എഴുന്നേറ്റു. യേശു കർത്താവ് അവനെ തൊട്ടു. അമ്മയുടെ ഗർഭപാത്രം മുതൽ മുടന്തനായവരെ നോക്കി എഴുന്നേൽക്കുക എന്ന അപ്പോസ്തലൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുമ്പോൾ തന്നെ അവൻ കുതിച്ചെഴുന്നേറ്റു. വചനത്തിൽ കാണുന്നു, അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിക്കുവാൻ അവന് വിശ്വാസമുണ്ടെന്ന് കണ്ടിട്ട്, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്കുക എന്ന് ഉറക്കെ പറഞ്ഞ് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. ഈ രാത്രിയിലും ദൈവശക്തി അന്തരീക്ഷ പടലങ്ങളെ കീറി മുറിച്ചുകൊണ്ട് സഞ്ചരിക്കുകയാണ്. അപ്പോസ്തലനെ പൗലോസ് അവന്റെ അടുക്കൽ എത്താതെ തന്നെ അവന്റെ മേൽ കൈപിടിച്ച് അവനെ എഴുന്നേൽപ്പിക്കുന്നതിന് മുമ്പ് തന്നെ താൻ പ്രഖ്യാപിച്ച വചനത്തിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി അന്തരീക്ഷ പടലങ്ങളെ കീറി മുറിച്ചുകൊണ്ട് ആ മനുഷ്യനെ ശക്തീകരിച്ച് കാലൂന്നി കൊതിച്ചെഴുന്നേറ്റ് നിവർന്നു നിൽക്കാൻ പ്രാപ്തമാക്കിയെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്നും ദൈവശക്തി ചലിക്കുന്ന ശക്തിയാണ്, ചലനാത്മകമാണ്. ആരാണോ എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്നത്, ജീവിതയാത്രകളിൽ നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ നാം കാണുന്ന ഈ 17 വാക്യം 14-17 കാണുന്ന 3 പ്രധാന ഭാഗങ്ങളുണ്ട്. 1, വചനം പറയുന്നു ദൈവം നന്മ നൽകും. 2, ആകാശത്തു നിന്നും മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരും. ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കും. അതിനടുത്ത് 2ാമത്തെ ഭാഗമാണ്, മഴയും ഫലപുഷ്ടിയുമുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് മഴയും ഫലപുഷ്ടിയുമുള്ള കാലങ്ങളെ തരുന്ന ദൈവം, ഏകദൈവം, നിത്യനായ ദൈവം, അവൻ നമുക്ക് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ചില പ്രവൃത്തികളെ ചെയ്യാനായിട്ട് പോകുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സീസണുകളെ, നമ്മുടെ ജീവിതത്തിൻ്റെ കാലങ്ങളെയും അവൻ മാറ്റുവാൻ സർവശക്തനായ ദൈവമാണ്. ദൈവത്തിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 8-ാം അധ്യായം 22-ാം വാക്യത്തിൽ ദൈവം ഇങ്ങനെ പറയുന്നുണ്ട്, ഭൂമി ഉള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നു പോകയില്ല. ജലപ്രളയത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന നോഹയും കുടുംബവും. അടുത്തതിനി എങ്ങനെയാണ്, ഇനി എങ്ങനെ ജീവിക്കും? ദൈവത്തിന്റെ ന്യായവിധി നിമിത്തം ഭൂമി മുഴുവനും തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഭൂമിയിൽ ഇനി കൃഷി ചെയ്യുവാനായിട്ട് പറ്റുമോ? ഇനിയും ഒരു ന്യായവിധി വെളിപ്പെട്ടാൽ എങ്ങനെയായി തീരും? എങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോകുമെന്ന് ചിന്തിക്കുമ്പോൾ ദൈവം പറയുക, നോഹേ, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ ശക്തീകരിക്കുന്ന ദൈവമാണ്, നിന്റെ കാലങ്ങളെ ഞാൻ അനുഗ്രഹമാക്കി തരാനായിട്ട് പോകുകയാണ്. നോഹയ്ക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്ന് അവന് വേണ്ടി ചില പുതിയ തലങ്ങളെ, ചില പുതിയ സീസണുകളെ ദൈവം കരുതാനായിട്ടിടയായി മാറി. നമുക്കറിയാം, വസന്തകാലം, ഗ്രീഷ്മം, വർഷം, ശിശിരം, സ്പ്രിംഗ്, സമ്മർ, മൺസൂൺ ആൻഡ് വിന്റർ, ഇങ്ങനെ കാലങ്ങളെ 4ആയി തിരിച്ചിരിക്കുകയാണ്. കാലം ഏതുമാകട്ടെ, ഏത് കാലഘട്ടത്തിലും നമ്മുടെ സീസൺ ചേഞ്ച് ചെയ്യുന്ന സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. വറുതിയുടെ കാലത്തും ദൈവം നമ്മളെ നിറയ്ക്കുന്ന ദൈവമാണ്. മരുഭൂമിയുടെ യാത്രകളിൽ ഇസ്രായേൽ ജനമായിരിക്കുമ്പോൾ 40 വർഷത്തെ ഉണങ്ങിയ മരുഭൂ യാത്രകളിൽ ദൈവം അവരുടെ ജീവിതത്തിൻ്റെതായ ഉണങ്ങിയ അവസ്ഥകളെ മാറ്റി അവർക്ക് മന്ന നൽകി, കാടപ്പക്ഷികളെ നൽകി, അവർക്ക് വേണ്ടതായ തീക്കൽപ്പാറയിൽ നിന്നുള്ള ജല ഉറവകളെ തുറന്നു കൊടുത്ത് അവരെ നടത്തിയ അത്ഭുതവാനായ ദൈവം ഉഷ്ണത്തിന്റെ സീസണുകളിലും ഇല്ലായ്മകളുടെ സീസണുകളിലും ഒരു വിതയും കൊയ്ത്തുമില്ലാത്ത സീസണിലും സ്വർഗീയ ഭക്ഷണം നൽകി പോഷിപ്പിച്ച മഹത്വവാനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ഏലിയാവ് മരണത്തിന്റെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇസബേൽ ഇനിയും നീ എഴുന്നേൽക്കയില്ല, നിന്നെ കൊന്നുകളയുമെന്ന് പറയുമ്പോൾ ചൂരച്ചെടിയുടെ തടലിൽ കിടന്നുകൊണ്ടെല്ലാം അവസാനിച്ചു, എൻ്റെ
എൻ്റെ സീസൺ തീർന്നു, എൻ്റെ കാലഘട്ടം കഴിഞ്ഞു, ഞാൻ ഇവിടെ കിടന്ന് മരിക്കട്ടെ എന്ന് പറയുമ്പോൾ അവിടെ തട്ടി ഉണർത്തി ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. നിനക്കിനിയും ദൂരയാത്ര ചെയ്യുവാനുണ്ട്. നിന്റെ സീസൺ കഴിഞ്ഞിട്ടില്ല, നിനക്കിനിയും ദൂരയാത്രകൾ ചെയ്യാനിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, സീസൺ തീർന്നിട്ടില്ല. ദൈവം നമ്മുടെ സീസണുകളെ മാറ്റി. ദൈവം നമ്മളെ അത്ഭുതവാനായ ദൈവം നമ്മളെ വഴി നടത്താൻ ശക്തനായിട്ട് കൂടെയുണ്ട്. വറുതിയുടെ സീസണിലൂടെ, ഇല്ലായ്മയുടെ സീസണിലൂടെ സാരഫാത്ത് മുഴുവനും കടന്നു പോകുമ്പോൾ ഒരു സ്ത്രീയെ, വിധവയായ സ്ത്രീയെ, അവളുടെ കയ്യിൽ ഒരു പിടി മാവുണ്ട്, അത് തിന്ന് അതുകൊണ്ട് അപ്പമുണ്ടാക്കി തിന്ന് തൻ്റെ മകനും കൊടുത്ത് മരിക്കുവാൻ വിറക് പിറക്കിക്കൊണ്ടിരിക്കുമ്പോൾ സീസണെ മാറ്റുന്ന ദൈവത്തിൻ്റെ പ്രവാചകൻ ആ ഭവനത്തിലേക്ക് കയറി ചെല്ലുകയാ. ഉണങ്ങിയ സീസൺ, ഇല്ലായ്മകളുടെ സീസണുകളെ മാറ്റി സാരഫാത്ത് മുഴുവനും വറുതിയിൽ നിലവിളിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ, രാജ്യങ്ങൾ എത്ര തന്നെ വറുതിയിൽ നിലവിളിച്ചാലും, എത്ര പ്രതിസന്ധിയിലൂടെ കടന്നുപോയാലും, നമ്മുടെ ജീവിതത്തിന്റെ സീസൺ മാറ്റുന്ന സർവശക്തനായ ദൈവം നമ്മുടെ കൂടാരത്തിൽ ഉണ്ട് എങ്കിൽ അവൻ നമ്മളെ നടത്തുവാൻ സർവശക്തൻ എത്രയെന്ന് ദൈവത്തിന്റെ വചനം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇന്ന് ഈ നിമിഷം നിങ്ങൾ ഏത് സീസണിലൂടെയാണ് കടന്നു പോകുന്നത്? നിങ്ങൾ ഏത് കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്? നിങ്ങളുടെ കാലങ്ങളെ മാറ്റി അനുഗ്രഹിക്കുവാൻ, നിങ്ങളെ നടത്തുവാൻ, അത്ഭുതകരമായി നിങ്ങളെ പരിപാലിക്കുവാൻ ദൈവത്തിന്റെ മഹത്വകരമേറിയ കരം നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. കയറിൻ്റെ ഒരറ്റത്ത് കെട്ടിയിരിക്കുന്ന കഴുത ആ കെട്ടിൽ കിടന്ന് വട്ടം കറങ്ങുമ്പോൾ കഴുത ചിന്തിച്ചു, എൻ്റെ ജീവിതത്തിൻ്റെ കാലം ഇതാണ്, ഈ പരിമിതമായ സാഹചര്യത്തിൽ കിടന്ന് എൻ്റെ ജീവിതം അവസാനിക്കുമെന്ന് പറയുമ്പോൾ ഇതിനെക്കൊണ്ട് എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെ കെട്ടഴിച്ച് വിട്ട കർത്താവ് അതിൻ്റെ സീസൺ തന്നെ മാറ്റുകയായിരുന്നു. ഏതോ ഗ്രാമത്തിലെ ഉൾത്തടങ്ങളിൽ കിടന്ന് കുടുങ്ങിപ്പോകേണ്ട കഴുത ഇന്ന് യെരുശലേമിൻ്റെ രാജവീതിയിലൂടെ യാത്ര ചെയ്ത് രാജാവിൻ്റെ നഗരമായ യെരുശലേമിൽ മഹാരാജാവായ കർത്താവിനെ ചുമലിലിട്ട് യാത്ര ചെയ്യുമ്പോൾ മുമ്പിൽ മരച്ചില്ലകൾ വെട്ടിയിട്ട് മുമ്പിൽ വസ്ത്രങ്ങൾ വിരിച്ച് രാജാവിന് ഹോശാന പാടുമ്പോൾ ആ കഴുത ഇങ്ങനെ പറയും, എൻ്റെ സീസണെ മാറ്റുന്നവൻ എൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, എവിടെയോ കെട്ടപ്പെട്ടതുപോലെ, ആർക്കും വിടിവെക്കുവാൻ പറ്റാത്തതുപോലെ നാമായിരിക്കുന്ന നമ്മുടെ സീസണുകളിൽ നിന്ന് നമ്മളെ അഴിച്ചുവിട്ട് നമ്മളെ രാജ്യത്തിൻ്റെ പ്രഥമ സ്ഥാനങ്ങളിൽ നിർത്തുന്നവനായ ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. മഹാരാജാവിൻ്റെ നഗരമായ യെരുശലേം പട്ടണത്തിൽ ഇതാ മഹാരാജാവിനെ വഹിച്ചുകൊണ്ട് കയറുന്ന കഴുത നമ്മോട് വിളിച്ചു പറയുന്നവൻ സീസൺ മാറ്റുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും ഏത് അവസ്ഥകളിലും പരിമിതപ്പെടുത്താൻ ആരെല്ലാം എന്തെല്ലാം എങ്ങനെയെല്ലാം ശ്രമിച്ചാലും നമ്മുടെ ജീവിതത്തിൻ്റെ സീസൺ മാറ്റി നമ്മളെ നടത്തുന്ന അത്ഭുതവാനായ ദൈവത്തിൻ്റെ കരം ഇന്ന് ഈ നിമിഷം നിങ്ങളിൽ ചിലരെ തൊടാനായിട്ട് പോകുകയാണ്. അവൻ്റെ മഹത്വം ചിലരുടെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ദൈവശക്തി ചിലരെ തൊടട്ടെ. രോഗികളുണ്ടെങ്കിൽ അവരെ സൗഖ്യമാക്കുന്ന, മാനസിക സംഘർഷങ്ങളിൽ കടന്നു പോകുന്നവരെ വിടുവിക്കുന്ന അത്ഭുതവാനായ മഹത്വവാനായ ദൈവം ഈ നിമിഷവും നിങ്ങൾക്ക് വേണ്ടി ചലിക്കുകയാണ്. എവിടെയോ പ്രദേശങ്ങളിൽ കിടക്കുന്നതായ കൽപാത്രങ്ങളിൽ അതിനെ എടുത്ത് അതിൻ്റെ അകത്ത് വെള്ളം പകർന്ന് അതിനെ വീഞ്ഞാക്കി മാറ്റിയവനായ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശക്തന. വർഷങ്ങളായി പുറത്ത് കിടക്കുന്നതായ, മഴവെള്ളം വീണ് കിടക്കുന്നതായ, ആരും തിരിഞ്ഞു നോക്കുവാനില്ലാത്തതായ, ആരും മൈൻഡ് ചെയ്യാത്തതായ കൽഭരണികളെ വിവാഹ വീട്ടിൽ ആരും കാണാതെ മറഞ്ഞു കിടന്നതിനെ എടുത്ത് അതിൻ്റെ അകത്ത് വെള്ളം പകർന്ന് അതിനെ അത്ഭുത പ്രവൃത്തിയാക്കി മാറ്റി വീഞ്ഞാക്കി മാറ്റിയപ്പോൾ അതിൻ്റെ ചരിത്രം തന്നെ ആകപ്പാടെ മാറുകയായിരുന്നു. കാനായിലെ കൽപാത്രത്തിൽ വീഞ്ഞു നിറച്ച് ജനത്തിന് കുടിക്കുവാൻ കൊടുത്ത സർവശക്തൻ ഇന്ന് ഈ നിമിഷത്തിലും നിങ്ങളുടെയും ജീവിതത്തിൽ നിങ്ങളുടെ സീസണെ മാറ്റി, ജീവിതത്തിൻ്റെ വറുതികളാകട്ടെ, ജീവിതത്തിൻ്റെതായ മഴക്കാലമാകട്ടെ, ഉഷ്ണകാലമാകട്ടെ, ഏത് സീസണുകളെയും അനുഗ്രഹത്തിൻ്റെ സീസണാക്കി മാറ്റാൻ, അത്ഭുതങ്ങളുടെ സീസണാക്കി മാറ്റുവാൻ സർവശക്തനായ ദൈവം ഇന്ന് ഈ നിമിഷം ചിലരുടെ കരങ്ങളെ പിടിക്കുകയാണ്. ആകയാൽ സീസൺ ചേഞ്ച് ചെയ്യുന്നവൻ, സീസൺ മാറ്റിമറിക്കുന്നവൻ നമ്മുടെ കൂടെയുണ്ട്. അവൻ നമ്മുടെ കരം പിടിച്ചിട്ടുണ്ട്. ആ കരം പിടിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. ഈ വചനങ്ങളാൽ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ.